ഇന്ത്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകാൻ ഏതെങ്കിലും സംസ്ഥാനത്തിന് അധികാരമുണ്ടോ? ഭരണഘടനയിൽ എവിടെയാണ് ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഭരണഘടനയിൽ ഫെഡറേഷൻ എന്ന വാക്കിനു പകരം യൂണിയൻ എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്? ഇത്രയും വർഷത്തെ എന്റെ ജീവിതത്തിനിടയിൽ വളരെയേറെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് ഭരണഘടന എന്നത് എന്താണ് എന്നറിയാത്തവർ നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട് എന്നത്. ഒരു രാഷ്ട്രത്തിൽ പൗരന് ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്ന അടിസ്ഥാന പ്രമാണരേഖയെപ്പറ്റി ഒന്നും അറിയാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് പൗരബോധം ഉണ്ടാവുക? അതുകൂടാതെ വളരെയേറെ രസകരമായി തോന്നിയ ഒരു കാര്യമാണ് ഈയിടെ അടുത്ത് സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്ത ഒരു കാൻഡിഡേറ്റ് പറയുന്നത്, സിവിൽ സർവീസ് പഠിക്കാൻ തുടങ്ങി, പോളിറ്റി പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് മൗലികാവകാശങ്ങൾ ഉണ്ട് എന്നത് ഞാൻ തിരിച്ചറിയുന്നത് എന്നാണ്. ഭരണഘടനയുടെ ഹാർഡ് കോപ്പി ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല, സോഫ്റ്റ് കോപ്പി വായിച്ചിട്ടുണ്ട്. ഭരണഘടനയെ കുറിച്ച് കൂടുതൽ വ്യക്തമായി ഞാനും പഠിക്കുന്നത് ഈ പുസ്തകത്തിലൂടെയാണ്. സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകമായ ഇന്ത്യൻ പോളിറ്റി, ലക്ഷ്മികാന്ത് സാറിന്റെ. ഇതിലൂടെയാണ് ഭരണഘടനയെ കുറിച്ച് ഞാനും കൂടുതൽ അറിയുന്നതും ആഴത്തിൽ പഠിക്കുന്നതും. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന പ്രമാണരേഖയാണ് ഭരണഘടന. ഏതൊരു രാഷ്ട്രവും പ്രവർത്തിക്കുന്നത് ചില ചട്ടക്കൂടുകൾക്ക് വിധേയമായാണ്. ആ രാഷ്ട്രത്തിലെ ഗവൺമെന്റിന്റെ രൂപീകരണം, നിയമനിർമ്മാണം, പൗരന്റെ കടമകൾ, പൗരന്റെ അവകാശങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന അടിസ്ഥാന പ്രമാണരേഖയാണ് ഭരണഘടന. അഥവാ ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ നിയമമാണ് ഭരണഘടന. ഭരണഘടനാ വിരുദ്ധമായി ഒരു നിയമം പ്രസ്താവിക്കാൻ, പൗരന് നൽകുന്ന മൗലികാവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് ഒരു നിയമം നിർമ്മിക്കുവാൻ കോടതികൾ